നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC സിൻസിനാറ്റിയെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇൻ്റർ മയാമി MLS-ൻ്റെ കോൺഫറൻസ് ഫൈനലിലേക്ക് കടന്നു പോകുമ്പോൾ ലൂയിസ് സുവാരസിനെ ബെഞ്ചിലിരുത്തി 75 മിനിറ്റിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിട്ടുള്ളൂ. സുവാരസിനെ മാറ്റി കളി നന്നായി എന്ന് പറയുന്ന ദോഷൈക ദൃക്കുകളുണ്ടാവും. പക്ഷേ സുവാരസിനെ മാറ്റി നിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹം അത് മികച്ച രൂപത്തിൽ ഹാൻഡിൽ ചെയ്തു എന്ന് പറയുന്നു ഹാവിയർ മഷറാനോയുടെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇറ്റ് വാസ് ആൻ ഈസി ഡിസിഷൻ. അതൊരിക്കലും എളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നില്ല. പക്ഷേ ലൂയിസ് അതിനോട് റിയാക്ട് ചെയ്ത രീതിയുണ്ടല്ലോ, സിംപ്ലി അഡ്മിറബിളാണ്. ഇതുപോലുള്ള രാത്രികളിൽ യഥാർത്ഥത്തിൽ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ടീമിനെയാണ്, അല്ലാതെ സ്റ്റാർട്ട് ചെയ്ത 11 മാത്രമല്ല, ഹോൾ ടീമിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരിക്കലും എളുപ്പമായിരുന്നില്ല ലൂയിസിനെ പുറത്തിരുത്തുക എന്നുള്ളത്. സോ ഞാൻ പറയുന്നു, അദ്ദേഹം അത് മികച്ച രൂപത്തിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇത് ടീമിൻ്റെ വിജയമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നുകൂടി വളരെ കൃത്യമായിട്ട് ഹാവിയർ മഷറാനോ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ സുവാരസ് ഇല്ലാതെ ഇറങ്ങി, എന്നിട്ടോ മുന്നേറ്റ നിരയിൽ മികച്ച പ്രകടനം അവർ നടത്തി. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ലിയോ മെസ്സി പതിവ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മികവ് നമ്മളെ കാണിച്ചു. 1 ഗോളും 3 അസിസ്റ്റുകളും അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് തന്നെ കോച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ വിജയിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും മെസ്സേജുകൾ പോസിറ്റീവായിരിക്കും. പക്ഷേ എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റിസൾട്ട് ഡിഫറൻ്റ് ആകുമ്പോഴും നമ്മൾ നമ്മുടെ കളിയിൽ പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റണം. അങ്ങനെ കളിക്കണം. ഫ്രം ദി ഫസ്റ്റ് മിനിറ്റ്സ് വി അണ്ടർസ്റ്റുഡ് വി ഹാഡ് ടു ഗോ ഫോർ ദി മാച്ച് ആൻഡ് ബി അവർ സെൽവ്സ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും മികച്ച പ്രകടനം ലിയോ മെസ്സിയും മുന്നേറ്റ നിരയിലെ മറ്റു താരങ്ങളും ഒക്കെ കാഴ്ചവെച്ചപ്പോൾ ഇൻ്റർ മയാമി 4-0 തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.